This is from MGM, and now we are giving the copy from himself. ദ പീപ്പിൾ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തലസ്ഥാന നഗരിക്ക് അഭിമാനിക്കാൻ ഇട നൽകുന്ന ഹോസ്പിറ്റലുകളിൽ ഒന്നായ തിരുവനന്തപുരത്തെ MA സഹോദരയുടെ സാന്നിധ്യത്തിലുള്ള കിംസ് ഹോസ്പിറ്റൽ, അതിൻ്റെ സാന്നിധ്യം ഇന്ന് നിരവധി രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. അത്യാധുനിക ടെക്നോളജി പുരോഗതിക്ക് ചികിത്സയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ വരുന്നതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി അത് ഇന്നത്തെ ജനറേഷന് ഉപകരിക്കുന്ന തരത്തിൽ ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഒന്നാണ്. തീർച്ചയായും UK, അമേരിക്ക, മറ്റ് ഇതര വിദേശ രാജ്യങ്ങളിലുള്ള ചികിത്സയുടെ കിടപിടിച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സാ രീതികൾ പലതും ചെയ്തു പോകുന്നത്. ഈ കിംസ് ഹോസ്പിറ്റലും മദ്രാസിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ ഒന്നായ MGM ചേർന്ന് ഈ അടുത്ത് ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് വിപുലമായ ഒരു സഹകരണത്തോടുകൂടി മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും അത്തരത്തിലൊരു ചികിത്സ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് മിതമായ ലെവൽ ചികിത്സ ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ രണ്ടുപേരുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ MGMൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ കിംസ് ഹോസ്പിറ്റലിൻ്റെ പ്രതിനിധികളായ MA സഹദുള്ള, അതിൻ്റെ വൈസ് ചെയർമാൻ, അതുപോലെ നിരവധി പ്രതിനിധികൾ ആ പ്രോഗ്രാമിൽ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവരുടെ അഭിപ്രായങ്ങളിലോട്ട് നമുക്കൊന്ന് പോകാം. ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ രജിസ്ട്രി എന്ന് പറഞ്ഞൊരു പഠനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ 2 വർഷം മുമ്പ് നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഹാർട്ട് ഫെയിലിയർ ഇത്രയും കൂടുതലായിട്ടുള്ളത്? ഹാർട്ട് ഡിസീസസ്, അതായത് രക്തക്കുഴലുകൾ അടഞ്ഞുപോയി ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് ഫെയിലിയർ വളരെ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമുക്കൊരു 18 ഹോസ്പിറ്റൽസിൻ്റെ ഡാറ്റ എടുത്ത് ഇവിടെ പഠനം നടത്തിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ റിസൾട്ട് 3 വർഷം കഴിഞ്ഞ് അവർ നോക്കിയപ്പോഴത്തേക്കും അവർ മനസ്സിലാക്കിയത് ഒരു 50% ആൾക്കാർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ചികിത്സ കിട്ടിയാൽ പോലും എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാരിൽ 50% മരണപ്പെടുന്നു. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ചികിത്സ അതെന്ന് പറയുന്നത് എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയറിന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. സോ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം, അതേപോലെ ലങ് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എന്നുള്ളതൊക്കെ വേണ്ടത്. സോ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കിംസ് ഹെൽത്ത് നമ്മൾ ഒരു നല്ല ടീം സംഘടിപ്പിക്കുകയും നല്ലൊരു This is from MGM, and now we are giving the copy from himself. So with the God's grace, I hope things should go all right. And now, in the questions and that, we can have a discussion time. Please feel free to ask anything. And this is നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് because we want to start this program with a very solid foundation and with utmost technical expert which we can get in India. And that is why this union and this partnership has developed. So please ask us questions, anything from the press and the media, so we can answer. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ ഡോക്ടേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ വരും. ആദ്യത്തെ ഒരു 5-6 ട്രാൻസ്പ്ലാന്റ് സർജറീസ്, ഹാർട്ടും ലങ്ങും, അതുപോലെ LVAD, അതായത് ഒരു ആർട്ടിഫിഷ്യൽ പമ്പ്, ഈ 3 കൈൻഡ് ഓഫ് സർജറീസാണ് നമ്മൾ അവരുമായിട്ട് പറ്റാത്തൊരു ലെവലിലെത്തും. മരുന്നിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലങ്സ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു ലങ് മാത്രമായിട്ട് മാറ്റിവെക്കാം. ചില കണ്ടീഷൻസിൽ 2 ലങ് മാറ്റിവെക്കുന്നത്, ചിലപ്പോൾ ഹൃദയം കൂടി ചേർത്ത് മാറ്റിവെക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകം ആ രോഗികളെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു എൻഡ് സ്റ്റേജ് ലങ് ഡിസീസ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അവരെ അസസ് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റ് ഫിറ്റ് ആണോ നോക്കിയിട്ട്, അപ്പോൾ അങ്ങനെ അവർക്കൊരു സ്യൂട്ടബിൾ ഡോണർ കിട്ടുമ്പോഴത്തേക്കും അത് ലങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവൈവൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ട്രീറ്റ് ചെയ്താലും അതിനൊരു ലിമിറ്റിന് മേളിലൊരു ഇമ്പ്രൂവ്മെൻറ്റോ സർവൈവൽ ബെനിഫിറ്റോ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. Dr. Shaji Palagaram. I am the head of the department of cardiac surgery at KIMS, and
നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുവരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ്. നമ്മൾ അതിന് ലൈസൻസിന് കിട്ടാനായിട്ട് നമ്മൾ പ്രൊഡ്യൂഷന് കുറച്ച് ഡിലേ ഉണ്ടായെങ്കിലും ഇനി നമ്മൾ വളരെ ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് നമ്മൾ ഈ സൗത്ത് കേരള പോപ്പുലേഷൻ ഇത്ര നാളും സഫർ ചെയ്യുന്നു, അവരെല്ലാം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോരാ, പിന്നെയുള്ള ഫോളോ അപ്പും എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സെൻറ്റർ ഉണ്ടായാൽ അത് അവർക്ക് വളരെ ഉപകാരം ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാവരും പ്രോഗ്രാം നോക്കുന്നുണ്ട്. പ്രോഗ്രാമിൽ ഡോക്ടർ സുജിത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. എല്ലാവരും 2-3 ട്രാൻസ്പ്ലാന്റ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സൗത്ത് കേരളയിൽ ഇതുവരെ നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നെക്സ്റ്റ് പിന്നെ ഇവിടെ കോട്ടയത്താണ് പിന്നെ നമുക്ക് ചെയ്യാം. കോട്ടയത്ത് കാരിത്താസിലും ചെയ്തിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലും ചെയ്തിട്ടുണ്ട്. ശ്രീചിത്രയിൽ അവർക്ക് ലൈസൻസ് കിട്ടിയെങ്കിലും അവർക്ക് ഇതുവരെ ചെയ്യാനായിട്ട് നമുക്കൊരു ഹാർട്ട് ഫെയിലിയർ ക്ലിനിക് എന്ന് പറയുന്നത് എനിക്ക് ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് പേഷ്യൻസ് വരികയും അതിനകത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു കറക്റ്റ് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. ക്ലിനിക് ഇസ് റണ്ണിങ് സക്സസ്ഫുള്ളി. കിംസിൽ നമ്മൾ പല പേഷ്യൻറ്റിനെയും റെഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. നമ്മളിവിടെ ചികിത്സിച്ച പല പേഷ്യൻറ്റിനെയും ട്രാൻസ്പ്ലാന്റ് സെൻ്ററുകളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, ചിലർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് MGM. റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് തിയേറ്ററിൻ്റെ ആണെങ്കിലും വളരെയധികം ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. അപ്പം നമുക്ക് ഒരു സാധാരണ തോതിൽ ഇന്ത്യയിൽ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ചിലവ് വരുന്നത്. പക്ഷേ നമുക്കിപ്പം നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കണക്കാക്കി നമ്മൾ അതിൻ്റെ ഒരു 50% കോസ്റ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തു നിന്നോ വേറെ നമ്മുടെ കേരളത്തിൽ നിന്നോ ചെന്നൈയിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വലിയ സിറ്റീസിൽ പോകുമ്പോൾ up to 25 lakhs വരെ കോസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ലങ് ട്രാൻസ്പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 35 lakhs വരെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 50% കോസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ്. മരുന്നുകൾക്ക് അപ്പുറമായി ഈ ചികിത്സാ വിധികൾ പോലും ഇവിടെ ആവശ്യമാണ്. നിങ്ങളുടെ രോഗികളെ ഇങ്ങോട്ട് അയക്കാമെന്ന് മറ്റു ഡോക്ടർമാർക്കും പബ്ലിക്കിനും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രസ് കോൺഫറൻസ് ഇന്ന് പ്രത്യേകം വിളിച്ചത്. I just want to give an example. 5 years back, we had one young lady, 21 years old. She had breathing difficulty and she got admitted to one of the hospitals in Coimbatore. She was there in the hospital for 3 months. And finally, the doctor said nothing more can be done. This is an end-stage heart failure. If you want, take her home. She can die peacefully at home. That's what they told. Somehow the father inquired in various places. Finally, he brought her to our hospital. She was very sick. And he wanted just one opinion. But we said, you can't take her back. She is very sick. So we admitted her. The next day, she had a stroke also. So immediately we thrombolized, she recovered. Then within 1 week, we could get a heart. We transplanted. Now 5 years, she is doing very well. In fact, she started one shop also with various fashion items, clothes, all those things. So it can transform the life of patients with severe heart failure. 10 years back, you can't imagine these things happening. So it is really a good boon to the patients, especially with end-stage heart failure. Other point is how we are collaborating. Now, initially, the team from KIMS will come to MGM. In fact, doctor came to our setup. They will observe some heart transplants, lung transplants. And we also will inspect the setup here so that infrastructure is in place. Then we will come here, we will help them to do the heart transplant, lung transplants. And also we will assist in taking care of the patients in the ICU also. So that the patient gets the maximum advantage of both experience and the infrastructure. കടന്നുപോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡിക് ചീനിയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നു, പേസ് മേക്കർ വെച്ചു, പല ഡിവൈസസ് വെച്ചു, അവസാനം എക്സ്റ്റേണൽ ഹാർട്ട് ലങ് മെഷീൻ വെച്ച് അതുകൊണ്ട് നടന്നു. അതെല്ലാം കഴിഞ്ഞ്
ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം അനുഭവിച്ച സ്വാതന്ത്ര്യം, ഫ്രീഡം, ആ ലൈഫിലുണ്ടായ വ്യത്യാസം ആ ഒറ്റ ഡിവൈസ് കൊണ്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത്ര വ്യതിയാനമാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഡിക് ചീനിക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി നമ്മുടെ ബുക്ക് സ്റ്റോറുകളിലെല്ലാം മോഡേൺ ബുക്കേഴ്സിൽ പോലും ഉണ്ട്. അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. രോഗികൾക്കും മറ്റുള്ളവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു പുസ്തകമാണ് ഡിക് ചീനിയുടെ ബയോഗ്രഫി ഓൺ ഹൗ ലിവ് ത്രൂ ഹാർട്ട് ഡിസീസ് അൾട്ടിമേറ്റ്ലി എൻഡഡ് അപ്പ് ഇൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. അതുകൊണ്ട് ഇതൊരു ഒരു ഒരു ഡ്രാസ്റ്റിക് ഒരു മെഷേഴ്സായിട്ടുള്ള ചികിത്സയായിട്ട് വിചാരിക്കരുത്. ഡോക്ടർ ഞാൻ സുരേഷ് റാവു പറഞ്ഞതുപോലെ സുരേഷ് പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ആ ലേഡി ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രത്യേകത. ഒരു പുതിയ വെഞ്ചറിലേക്ക് ഇറങ്ങി അതിൽ സക്സസ്ഫുൾ ആയതുകൊണ്ട് അതാണ് അതിൻ്റെ സക്സസ്ഫുള്ളിറ്റി. ഹാർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ടുള്ള ഏത് ചികിത്സാ മാർഗത്തിലും ആ സക്സസ് ഉണ്ടാകുന്നതല്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രീവിയസ് ഒരു കമ്പനി ആരംകോ, ഞങ്ങൾ ആ സമയത്ത് തന്നെ because I started about 25 years ago, we used to refer patients to United States for heart transplant, and that is $1 million at that time. It was the cost for the company to refer a patient, and that has come down now in our country, even to the extent Praveen was saying, and the cost അത്രയും കുറഞ്ഞു വന്നിട്ടുണ്ട്. So ഇപ്പോൾ നമുക്കൊരു അഫോർഡബിലിറ്റി 25 lakhs ആവുമോ അല്ലെങ്കിൽ 35 lakhs ആവും എന്നെല്ലാം തോന്നുമെങ്കിലും, ബട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ വി ആർ വെരി ലക്കി ദാറ്റ് ഈ ലെവലിൽ ചെയ്യാൻ പറ്റുമെന്ന്. വേറെ ചോദ്യമില്ലാത്തതുകൊണ്ടും സമയമായതുകൊണ്ടും നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എൻ ജെബിനെ ഞങ്ങളെ ഒരു ബാക്കിയുള്ള വോട്ട് ഓഫ് താങ്ക്സ്, ഒരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ്. എല്ലാവർക്കും വളരെ നന്ദി. തീർച്ചയായിട്ടും കിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ്. കഴിഞ്ഞ 20 years ആയിട്ടുള്ള കിംസിൻ്റെ വളർച്ച അറിയാവുന്ന പത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് വി ഹാവ് കം അപ്പ് ഇൻ മെനി സ്റ്റേജസ് ആൻഡ് അച്ചീവ്ഡ് മെനി ഗ്രേറ്റ് തിങ്സ് in terms of in healthcare sector, in not only in Kerala but also in India. This is another important association. It's a milestone. It's a historic moment for us as well as MGM for supporting each other and also bringing expertise of MGM to Trivandrum and also extend that facilities to the common people of Trivandrum and South Kerala as well as Kerala. I would like to especially thank Dr. K.R. Balakrishnan, the chairman, cardiac science and director, Institute of Heart and Lung Transplant.